നമുക്ക് ഇന്നലെ രാത്രി കിട്ടിയേക്കുന്ന ചെമ്മീനായിരുന്നേ. അത് ഞാൻ ഇന്നലെ രാത്രി തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ച് മുറിച്ചിട്ടൊന്നുമില്ലായിരുന്നേ. അപ്പോൾ അത് രാവിലെ ഞാൻ ഒരു 6 മണിക്ക് നീച്ചപ്പോൾ തന്നെ അതെടുത്ത് പുറത്ത് വെച്ച് അത് കവറോടൊക്കെ തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാട്ടോ. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പുറത്തെടുത്ത് മുറിക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ചെമ്മീൻ കുട്ടന്മാരും. ഇത് മുറിച്ചെടുക്കാം. ഇതിൻ്റെ ഈ കാണുന്ന ഈ കൊമ്പാണ് ഇതിനില്ല, ഈ കൂർത്ത് നിൽക്കുന്ന ഈ കൊമ്പാണ് ഇത്തിരി അപകടകാരി. എൻ്റെ കയ്യിൽ പല പ്രാവശ്യം അത് കുത്തി കയറിയിട്ടുണ്ട്. നല്ല കടച്ചതായിരിക്കും കേട്ടോ കുത്തി കയറിയത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ചെമ്മീൻ. ഇത് നമുക്ക് എങ്ങനെയാണെന്ന് മുറിക്കുന്നത് നോക്കാം. ഇതിൻ്റെ ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ മതി. ഇതൊന്ന് പോരും. പിന്നെ ഈ താഴോട്ട് കിടക്കുന്ന കാലുകളൊക്കെ ഒന്ന് പിടിച്ചിട്ട് അത് വലിച്ചെടുത്തിട്ട് ഈ തലയൊന്ന് മുറിച്ചെടുക്കാം. ഇതിൻ്റെ ഈ ഞരമ്പ് പോക്കാനുണ്ട്. അതിപ്പം പോക്കണ്ട, ഒരുമിച്ച് പോക്കാം. ഓരോന്ന് സെപ്പറേറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം തോന്നി പോകും. അപ്പോൾ ആദ്യം നമുക്ക് എല്ലാ ചെമ്മീനും ഇങ്ങനെ ആക്കി വെക്കാം. അപ്പോൾ നമ്മളെ അരി അടുപ്പത്ത് കിടക്കുന്നുണ്ട്, പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ അത് വേകുമ്പോഴേക്ക് നമുക്ക് ഈ ചെമ്മീനൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പം ഇങ്ങനെ വേഗം ഇങ്ങനെയാക്കിയിടാം. ചെമ്മീൻ്റെ തോടൊക്കെ പോക്കിയിരിക്കുന്നു. അപ്പം ചെമ്മീൻ്റെ തോടൊക്കെ പോക്കി കഴിയുമ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ട്, അരി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറൊക്കെ ഊറ്റി. ഇതുവരെ നമുക്ക് കത്തിയുടെ ആവശ്യമില്ല കേട്ടോ. ഇനിയാണ് കത്തിയുടെ ആവശ്യം. ഇനി ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ മുറിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു നൂല് പോലത്തെ ഒരു സാധനങ്ങൾ, ചിലതിനായി ചെറുതായിരിക്കും. ഇത് പോക്കണം. ഇതാണ് ചിലപ്പോൾ നമ്മൾ കറിയൊക്കെ വെച്ചാൽ വയറുവേദനയൊക്കെ വരിക. അങ്ങനെ ചിലതിന് കുറവായിരിക്കില്ല, അതിനൊക്കെ ജാസ്തിയുണ്ട്. ഇതിൽ സെൻറ്റർ കണ്ടോ നിറച്ചതാ, ഇങ്ങനെ പോക്കി കൊടുക്കണം. ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം കഴിയില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ തോട് പോക്കി. ഇതിൻ്റെ ഈ തോട് ആവശ്യമില്ല. എന്താ വെച്ചാൽ ഇതിലൊക്കെ നിറച്ചുണ്ട്. ഒക്കെ നമ്മൾ നന്നാക്കി പോക്കണം. ഞങ്ങൾ ഇതിൻ്റെ തലഭാഗം പോക്കാറില്ല കേട്ടോ. ഇത് വലിയ രസമൊന്നും ഉണ്ടാവില്ല. എന്നാലും എൻ്റെ ഭർത്താവിൻ്റെ അമ്മ പറയും ഇതാണ് ഈ കറിക്ക് പുളി കൊടുക്കുന്നത്. ഇതുണ്ടെങ്കിൽ കറിക്ക് നല്ല പുളി രസം തോന്നും. അതുകൊണ്ട് ഞങ്ങൾ ഈ ഭാഗം പോക്കാറില്ല കേട്ടോ. ഇതിൻ്റെ ഇങ്ങനെ വേസ്റ്റൊക്കെ പോക്കി ഇനിയിപ്പോൾ നമുക്ക് ഒന്നായിട്ട് മുറിച്ച് വേസ്റ്റ് കൂട്ടി വെക്കാം. അപ്പോൾ അതേ നമ്മളൊക്കെ മുറിച്ച് അതിൻ്റെ വേസ്റ്റൊക്കെ പോക്കി കഴിഞ്ഞ് ഈ ചെമ്മീൻ എന്ന് പറയുന്നൊരു മീനാണ് കുറച്ചധികം സമയം എനിക്ക് തോന്നുന്നു കുറച്ചധികം സമയം വേണ്ടത് മുറിക്കാമെന്നാൽ. അതിൻ്റെ തോട് പോക്കണം, പിന്നെ അതിൻ്റെ വേസ്റ്റ് പോക്കണം, ഒരുപാട് സമയമാകും മീൻ മുറിക്കാൻ. ഇനി നമുക്കിത് കഴുകിയെടുക്കാം കേട്ടോ. കഴുകുമ്പോൾ എപ്പോഴും നമ്മൾ ഇച്ചിരി വലിയ പാത്രം എടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ വേഗം വൃത്തിയായി കിട്ടും, മീനാണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ നമുക്കിത് കഴുകിയെടുക്കാം.
ചെമ്മീനൊക്കെ നന്നായിട്ട് കഴുകി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. താങ്ക് യു.